എത്ര കാലമായിട്ട് ഓല ഉപയോഗിക്കുന്നുണ്ട്? ഹോണസ്റ്റ് റിവ്യൂ ആണ് എനിക്ക് വേണ്ടത്. ഞാൻ ഈ 2-2.5 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. 2022 ഡിസംബറിലാണ് വണ്ടി എടുത്തത്. ഈ 2025 ഡിസംബറിൽ 3 ഇയർ ആവും. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി? ഇപ്പോൾ വണ്ടി കിലോമീറ്റർ ഓടിയത് 30,000. ഈ വണ്ടിക്ക് ചാവി ഉണ്ടല്ലോ അല്ലേ? ഇതാണല്ലോ അല്ലേ? വണ്ടി ചാവിയാണ്, അതിൻ്റെ ഒരു ഡ്രോബാക്കും കൂടിയാണ്. 31,173 കിലോമീറ്റർ ആയി. എന്തൊക്കെ പണികൾ ഈ കാലാവധിയിൽ ഷോറൂം കയറ്റി എന്തൊക്കെ പണി എടുക്കേണ്ടി വന്നു? ഞാൻ മേജർ പണിയെടുത്തത് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തു. അത് ഒരു 25,000 ആയപ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിന് പെട്ടെന്ന് 100% നിന്ന് അല്ലെങ്കിൽ ഒരു 80% പെട്ടെന്ന് ഒരു 50%ക്ക് 50%ലേക്ക് വന്ന സമയത്ത് ഞാൻ കാണിച്ചപ്പോൾ ബാറ്ററീൻ്റെ പ്രശ്നമാണ്, അങ്ങനെ റീപ്ലേസ് ചെയ്തത്. അങ്ങനെ ഷോറൂമിൽ കയറ്റിയ സമയത്ത് അവിടുത്തെ എക്സ്പീരിയൻസ് എന്താ? എല്ലാവരും പറയുന്നത് ഭയങ്കര മോശമാണ് അവിടുത്തെ ഷോറൂം എന്നുള്ള ഇത് പറയുന്നുണ്ട്. പൊതുവെ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഒതുക്കുങ്ങൽ സർവീസ് സെൻറ്ററിലാണ് ഞാൻ പോയത്. അവിടെ സർവീസ് മാനേജറായാലും സ്റ്റാഫായാലും നല്ല അടിപൊളിയാണ്. എത്ര സമയം എടുത്തു? എനിക്കതൊരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ. വണ്ടി എടുത്തപ്പോൾ തന്നെ ഈ സർവീസ് മോശമാണെന്നുള്ള റിവ്യൂ കേട്ടിട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. കാരണം ഞാൻ ഏകദേശം ഫസ്റ്റ് വണ്ടി ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ അന്ന് എത്രത്തോളം വണ്ടിയൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ സർവീസ് സെൻറ്ററിലൊന്നും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സുൽഫിൻ്റെ അഭിപ്രായത്തിൽ വണ്ടി എടുക്കുന്നത് മറ്റുള്ളവർക്ക് റെക്കമെൻഡബിൾ ആണോ? ലാഭമാണോ പരിപാടി? നഷ്ടമാണോ? വണ്ടി ലാഭമാണ്. വണ്ടി പിന്നെ പെട്രോൾ അടിക്കണ ആലോചിച്ചാൽ ഭയങ്കര ലാഭമാണ്. പക്ഷേ വണ്ടിയെ റെക്കമെൻഡ് ചോദിച്ചാൽ ഇപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞാൽ ചിലവൾക്ക് റെഡിയാവും, ചിലവൾക്ക് റെഡിയാവില്ല. ഇന്ത്യത് റെഡിയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അവസാനം ഇറങ്ങിയതൊക്കെ എടുക്കണ ഭയങ്കര കംപ്ലൈൻറ്റാണ് പറയണത്. എനിക്ക് തോന്നുന്നത് വീണ്ടും കുറച്ച് കംപ്ലൈൻറ്റ് ഇല്ലാത്ത മോഡലാണ് ഈ ഫസ്റ്റ് ജനറേഷൻ. കംപ്ലൈൻറ്റ് ഇല്ലാത്ത മോഡലാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ഒരുപാട് കമ്പനികളുണ്ടല്ലോ, അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓല നല്ലൊരു ചോയ്സ് ആണോ? ഈ ഓലൻ്റെ ഒരു നല്ലൊരു ബെറ്റർ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഓല പറയണ പിന്നെ റേഞ്ച് ഓലക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള വണ്ടികളായാൽ പിന്നെ റേഞ്ച് പറയും, പിന്നെ ട്രൂ റേഞ്ച് വേറെ അങ്ങനെ പറയും. ഇതങ്ങനെയല്ല. 135 കിലോമീറ്ററാണ് നോർമൽ മോഡിൽ പറഞ്ഞത്. അത് അതിലേറെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയോ? എന്താ പറ്റി ഇവിടെ? വണ്ടി ഒന്ന് ഉറപ്പുണ്ടോ ഞാനൊന്ന് നോക്കിയതാണ്. ശരിക്കും ഉറപ്പുണ്ടോ വണ്ടി? വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട്. ഇവിടെ എന്ത് പറ്റി? ഇതൊരു ഇളക്കുണ്ടല്ലോ. അതാ വണ്ടിൻ്റെ അടുത്ത ഡ്രോബാക്കാണ്. ഈ സാധനം മാറ്റ് റബ്ബർ മാറ്റാണ്. അത് കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ അത് മട്ടം പോലെ അടങ്ങി നിൽക്കാതാവും. ബ്ലാക്ക് എന്നുള്ള കളർ ശരിക്കും കൈ കൊണ്ടെടുക്കുന്ന അടിപൊളിയാ അല്ലേ? അതെ. ഇപ്പോൾ വണ്ടി ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നു കഴിഞ്ഞു. ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്ന് മൂവ് OS 5 വന്നു. മൂവ് OS 5 വന്നപ്പോൾ അതിൽ ഒരു പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ റൈഡിൽ പിന്നെ നമുക്ക് പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡിൽ പിന്നെ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഓണായി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവണതുകൊണ്ട് ഓഫ് ആകാതെ ഓടിക്കാനുള്ള 2 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യം വരുമോ ശരിക്കും? ഓണായി സ്റ്റാൻഡ് ഇട്ടിട്ട് ഓടിക്കേണ്ട ഒരു അവസ്ഥ വരുമോ? നല്ലൊരു സേഫ്റ്റി ഫീച്ചർ അല്ലേ? അതെ, അങ്ങനെ സേഫ്റ്റി ഉപയോഗിക്കണവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇതിലിപ്പോൾ പുതിയൊരു മോഡ് വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷനിൽ. DIY മോഡ് എന്നുണ്ട്. അതായത് ഇതിൽ കസ്റ്റമൈസ് ചെയ്താൽ ഇതിൽ പേര് മാറ്റാം. അതിപ്പോൾ മൈ മോഡിലാണ് കിടക്കുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് മാക്സിമം എത്ര പവർ, സ്പീഡ്, പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ത്രോട്ടിലിൻ്റെ സ്പീഡ്, ഇതൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നോർമലിൽ ഓടിക്കണോ, ഹൈപ്പറിൽ ഓടിക്കണോ, സ്പോർട്സിൽ ഓടിക്കണോ, ആ തീമിൽ തന്നെ നമുക്ക് മൈ മോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മോഡും കൂടെ. ആ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ മോഡിലിട്ടിട്ട് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ മോഡിലിട്ട് സെറ്റ് ചെയ്തിട്ട് ആ മോഡിലിട്ട് ഓടാന്ന് പറഞ്ഞാൽ മതി. അതേപോലെ വലിയവർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ അതായത് ഈ പ്രായവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ മോഡ് സെറ്റ് ചെയ്തിട്ട് അതായത് ഓവർ ത്രോട്ടിലില്ലാതെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ശരിക്കും മൈലേജ് കിട്ടുന്ന ഏറ്റവും അധികം റേഞ്ച് കിട്ടുന്ന ഏത് സ്പീഡിൽ പോകുമ്പോഴാണ്? അത് എനിക്ക് തോന്നുന്നത് ഞാൻ സ്പോർട്ട് മോഡിലിട്ടിട്ട് പിന്നെ ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴാണ്
ഏറ്റവും കൂടുതൽ, അതായത് കമ്പനി പറയണ 135 കിലോമീറ്ററിനെക്കാട്ടി കൂടുതൽ. ഈ വണ്ടി കൊണ്ട് എവിടൊക്കെ ഏറ്റവും ലോങ് എവിടെ വരെ പോയിട്ടുണ്ട്? അതുകൊണ്ട് ഏറ്റവും ദൂരത്തേക്ക് കൊടുക്കാൻ പോയത് കാപ്പാട് പോയിട്ടുണ്ട്, എടപ്പാൾ പോയിട്ടുണ്ട്. രണ്ടും ഏകദേശം അങ്ങോട്ട്, അതായത് വൺ വേ പിന്നെ ഒരു 50 കിലോമീറ്റർ വരും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു 100 കിലോമീറ്റർ ടോട്ടല്. കോഴിക്കോട് നിന്ന് ചാർജ് ചെയ്തോ ഫോൺ വരുന്ന വഴിക്കിൽ? കോഴിക്കോട് നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചാർജ് ചെയ്യാതെ തന്നെ വീട്ടിലേക്ക് എത്തും. ഓക്കെ. എടപ്പാൾ പിന്നെ ചാർജർ ഇല്ലല്ലോ.